വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗായ്സ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ പുറകിൽ കുറച്ച് പേരെ കാണുന്നുണ്ടാവും. അവർ ന്യൂസിലാൻഡിലെ ഏറ്റവും ശക്തന്മാരായ വടംവലിക്കാരാണ്. അവരെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അവരോട് ഓരോ വിശേഷങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. ന്യൂസിലാൻഡിലെ ഏറ്റവും ശക്തന്മാരായ മല്ലന്മാരാണ് കാണാം. ന്യൂസിലാൻഡിൽ ഏതാണ്ട് 10-12ഓളം സ്ട്രോങ് ആയിട്ടുള്ള വടംവലി മലയാളി ഗ്രൂപ്പുകളുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഹാമിൽട്ടണിലുള്ള കിങ്സ് ഹാമിൽട്ടൺ എന്ന് പറയുന്ന ന്യൂസിലാൻഡിലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ്. സ്ട്രോങ് ആയിട്ടുള്ള ടീമെന്ന് പറയാൻ കാരണം ഒരു ഇൻ്റർനാഷണൽ വടംവലി നടന്നിരുന്നു. അതിൽ ഓസ്ട്രേലിയയിലെ പല ഗ്രൂപ്പുകളും ന്യൂസിലാൻഡിലുള്ള പല ഗ്രൂപ്പുകളും തമ്മിൽ ഏറ്റുമുട്ടി. അതിൽ ഓസ്ട്രേലിയക്ക് ഫസ്റ്റ് പ്രൈസും ഈ കിങ്സ് ഹാമിൽട്ടനാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. അതായത് ന്യൂസിലാൻഡിലെ സ്ട്രോങ് ടീമാണ്. ഇവരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മെയിൻ ട്രിക്സ് ഒക്കെ പറഞ്ഞു തരുമോ നമുക്ക് ചോദിച്ചു നോക്കാം. എളുപ്പമായിരിക്കില്ല. ഒരു 1 മിനിറ്റ് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ നോക്കും. നിങ്ങളുടെ ട്രിക്സ് പറഞ്ഞു തരാൻ പറ്റുമോ? ഹാർഡ് വർക്ക് തമാശയൊക്കെ പറയാൻ അനുവദിക്കോ? ആണല്ലേ? ഒന്നുകൂടെ 1 2 3 ആ മരം പോന്ന പണിയാവൂലേ? ഒന്നുകൂടെ ലോഡിട്ട് പിടിച്ചാ. അല്ല ബ്രോ, ഇതിന് ടീമിൽ എന്താണ് കോച്ചോ അതിന് ഒരു ടീം ക്യാപ്റ്റനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ടീം ക്യാപ്റ്റൻ ഇയാളുടെ കയ്യിൽ നന്നേ. ഓ മൈ ഗോഷ്, ഇയാള് കോച്ച് മാത്രമാണോ പിടുത്തമുണ്ടോ? പക്ഷെ ഇയാളുടെ കൈ ഭയങ്കര സ്ട്രോങ്. എൻ്റെ അമ്മോ, ഇത് ആരാന്ന്? ജോസ്. നാട്ടിലെവിടെയാ? പാല. കൈ കൊള്ളാം. എത്ര കാലമായി പിടുത്തം തുടങ്ങിയിട്ട്? ഇവിടെ വന്നിട്ട് 10 വർഷം. ഞാൻ ഇവിടെ വന്നിട്ടാണ് തുടങ്ങിയത്. ആണോ? അല്ല, നിങ്ങൾ എങ്ങനെയാ ഈ പരിപാടിയിലേക്ക് വന്നത്? എങ്ങനെയാ നിങ്ങൾ ആളുകളെ സെലക്ട് ചെയ്യണം? എങ്ങനെയാ? ഇവിടെ ഈ ഓണത്തിനൊക്കെ ഉള്ള പ്രോഗ്രാമുകൾക്ക് നടക്കാറുണ്ട് ഇടയ്ക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ്. അപ്പൊ അതിനകത്ത് നല്ല ആൾക്കാരെ, നമുക്ക് സ്ട്രോങ് ആയിട്ടും നിൽക്കുന്ന ആൾക്കാരെ അതിനകത്ത് നിന്ന് വയ്യ പൊക്കും ഞങ്ങൾ. പിന്നെ ട്രെയിനിങ് കൊടുക്കും. ആണോ? ഹാമിൽട്ടണിൽ നിങ്ങൾ ഒരു ടീമുള്ളോ? ഹാമിൽട്ടൺ ഇപ്പം നിലവിൽ ഒരു ടീമുണ്ട്. ആണോ? നിങ്ങളെല്ലാവരും അപ്പോൾ എത്ര വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്? 10 വർഷമായി. 2016. അപ്പോൾ നിങ്ങളാണ് കറണ്ട്ലി ന്യൂസിലാൻഡിലെ ടോപ്പ് ടീം നിങ്ങളാണോ? കറണ്ട്ലി മാറി വരും. എന്തായാലും കറണ്ട്ലി എന്ന് പറയാം, കുഴപ്പമില്ലല്ലോ. ഇനി മത്സരം എന്നാ വരണേ? നെക്സ്റ്റ് വീക്കോ? ആരുമായിട്ടാണ്? നിങ്ങൾ പുറത്തു പോയി ചെയ്യാറുണ്ടോ? ഓസ്ട്രേലിയയിൽ. പക്ഷേ അവിടെ രക്ഷപ്പെടാൻ പറ്റിയില്ല. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ ഭയങ്കര ടീമാണോ? അവർ നല്ല ടീമാണ്. കാരണം അവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു നമ്മളിത്ര സ്ട്രോങ് അല്ല. അല്ല, നിങ്ങളെ ഇപ്പൊ ഈ വലിയ ക്രിക്കറ്റ് ടീമും മറ്റു ടീമുകളൊക്കെ ന്യൂസിലാൻഡിനെ റെപ്രസെന്റ് ചെയ്ത് പോകുമ്പോൾ ഹക്ക ചെയ്യാണ്ട് നിങ്ങൾ ഹക്ക പ്രാക്ടീസ് ചെയ്യാൻ പരിപാടി ഉണ്ടോ? രസമായിരിക്കും കേട്ടോ, രസമായിരിക്കും. നിങ്ങൾ റെപ്രസെന്റ് ചെയ്ത് വേറെ രാജ്യത്ത് പോകുമ്പോൾ എനിക്കവിടെ പേടിപ്പിക്കാനും നല്ല. വളർന്നു വരുന്ന പുതിയ ആണോ? അതെന്താ നിലത്ത് കിടക്കുന്ന സംഭവം? എന്താ? ഓക്കെ. ആഹാ, നിങ്ങൾ എന്തൊക്കെയാ ട്രിക്സ്? ഈ മരത്തെ കെട്ടി വലിക്കലാണോ നിങ്ങളുടെ മെയിൻ പരിപാടി? അതായത് ആളുകൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ 2 ടീമായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ ഇൻ കേസ് ആൾ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മള് മരത്തിൽ വെയിറ്റ് ഇട്ടിട്ട് ഇൻഡിവിജ്വലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനൊരു അലിഗേഷൻ നിങ്ങളെ പറ്റി കേട്ടു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിട്ടുപോകുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ വടം വിടുവോ, വടം ഇളക്കുവോ, അങ്ങനെ പരിപാടി ചെയ്യാമോ ശരിക്കും? അല്ല, അങ്ങനെ അലൗഡ് ആണോ? അല്ല ചേട്ടാ, അത് അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആട്ടി വലിക്കുമ്പോൾ പല ആൾക്കാരും പല സൈഡിലേക്കാണ് ഈ പവർ അപ്ലൈ ചെയ്ത് വലിക്കുന്നത്. അപ്പൊ ഈ ഒറ്റ സൈഡിലേക്ക് എല്ലാവരും ഒരേപോലെ ചെയ്യുമ്പോഴല്ലേ അതിന് എഫക്ട് ഉണ്ടാവുള്ളൂ, അതിന് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ അവര് പറയുന്നത് നമ്മൾ പടം മനഃപൂർവ്വം ആട്ടി വലിക്കുക എന്നാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല. അങ്ങോട്ടും തോറ്റവർക്ക് തോറ്റവർക്ക് അങ്ങനെ പറയാം, ജയിച്ച് കാണിക്കണം. അതെ, അതാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ഒന്ന് പറയാമോ? മുട്ട കഴിക്കാറുണ്ട്. ആണോ? വെജിറ്റബിൾസ് കഴിക്കാറുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാം ഒഴിവാക്കി ബിരിയാണി, മന്തി കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഒക്കെ നിർത്തി. അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. അല്ലാണ്ട് 13 കിലോളം കുറയ്ക്കേണ്ടി വന്നു. 10-12 കിലോ കുറച്ചു.
അല്ല നിങ്ങളുടെ ടീമിന്റെ പേരെന്താണ്? കിങ്സ് ഹാമിൽട്ടൺ. അപ്പം നിങ്ങൾ ഹാമിൽട്ടണിലെ കിങ്സ് ആണ്, ഇപ്പം ന്യൂസിലാൻഡിലെ കിങ്സ് ആണ്. നിങ്ങളെ സ്പോൺസേഴ്സ് ഉണ്ടോ? പറഞ്ഞോ. ഷിജു രായപ്പനുണ്ട്. ഇങ്ങോട്ട് വരാമോ? എന്നാൽ നിങ്ങളെ എല്ലാവരും കിട്ടും, അതുകൊണ്ടാണ്. ടോട്ടൽ അഷ്യൂറൻസ് ഷിജുചാണ്ടുണ്ട്, ഷിജു രായപ്പൻ. പിന്നെ ഈസി മൈഗ്രേറ്റ് ഉണ്ട്. പിന്നെ പുള്ളിയാണ് ഈസി. ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സോൾട്ട് വാങ്കോട്രി ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് LJ ഹോംസ് ഉണ്ട്. നിങ്ങളുടെ ഈ ഡ്രസ്സും പരിപാടിയൊക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇതിനകത്തൊക്കെ? ഇവിടെ പാഡഡ് ആണ്. പുള്ളി നേരത്തെ കുറെ തഴമ്പുകൾ കാണിച്ചു, ശരിക്കും വലിച്ചു തന്നെയാണോ വേറെ ഭാര്യയുടെ ഇടി കൊണ്ടാണോ? പണിയെടുത്തുണ്ടാക്കിയാണ് ആണോ? ഇവിടെ എന്തൊക്കെയാ കണ്ട് കാണണ്ടേ? സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണല്ലോ. എന്റെ പള്ളി, ഇത് അഭ്യാസമാണല്ലേ? തീർച്ചയായിട്ടും. അല്ല പുറത്തൊക്കെ അത് തന്നെയാണോ? 15ാമത്തെ വിട്ടാണോ? മുട്ട തൊലി പോന്നു. എല്ലാവർക്കും ഫ്രഷ് തൊലി. നിങ്ങൾ ഒരു ടീമിൽ എത്ര പേരുള്ളേ? 9 പേര്. വലിക്കുന്നത് 7 പേർക്ക് വലിക്കാം. നിങ്ങളെ എങ്ങനെ ആളുകളെ സെലക്ട് ചെയ്യണം? എങ്ങനെ ഇപ്പൊ ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ എടുക്കുമോ? തീർച്ചയായിട്ടും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ട്രയൽ എടുപ്പിച്ച് നോക്കും. നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. മനസ്സിലാവുന്നില്ല കാര്യം. ഞങ്ങളൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ ആളെ ഒന്ന് നോക്കും. ആളെ നേരെ നിക്കണ്ട, വലിപ്പിച്ചിട്ട് പലരും ഞങ്ങൾ എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ വരുവാണെങ്കിൽ ഒരു 10 മിനിറ്റ് നടക്കുന്നു തോന്നല്ല. ഞാൻ കണ്ടതാ. അഭ്യാസികളാണ് ശരിക്കും. നല്ല അഭ്യാസമാണല്ലേ? ആണോ? പ്രാക്ടീസ് ചെയ്യാതെ പറ്റത്തില്ല. നല്ല പ്രാക്ടീസ്. നിങ്ങൾ എന്തൊക്കെയാ പ്രാക്ടീസ് ചെയ്യാതെ ഇരുന്നതിനും ഞങ്ങൾക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ മുന്നേ ഉണ്ടായിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്താൽ നമുക്കത് തീർച്ചയായിട്ടും നമ്മുടെ കോമ്പറ്റീഷന് വളരെയേറെ ഉപകാരപ്പെടും. നിങ്ങൾ എന്തൊക്കെയാ പ്രാക്ടീസ് ഉള്ളേ? 3 ദിവസം 4 ദിവസം നമുക്ക് പ്രാക്ടീസ് ഉണ്ടാവും. വീക്കെൻഡ് എന്തായാലും ഉണ്ടാവും. വീക്കെൻഡ് എല്ലാ സാറ്റർഡേ സൺഡേ എപ്പോഴും ഉണ്ടാവും. ആണോ? അത് പറ്റുന്നവരെല്ലാം വന്ന് സഹായിക്കണം. ഇതിലെ ഏറ്റവും യങ്ങായിട്ടുള്ള ആളാരാ? മനസ്സിലായി. ആണേ. ഇത് നെക്സ്റ്റ് ജനറേഷൻ നിങ്ങൾ വാർത്തെടുത്തോണ്ടിരിക്കുകയാണോ? വാർത്ത വന്നു തുടങ്ങിയോ? തറ കിട്ടി തുടങ്ങി. അല്ല, നിങ്ങൾ ഈ പ്രൈസ് മണി എങ്ങോട്ടോ 10,000-10,000 കിട്ടുമെന്ന് തോന്നുന്നു, ഇല്ലേ? 7,000. അല്ല, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് 4,000 കണ്ട് കിട്ടിയില്ലേ? അപ്പൊ ഈ മണി എന്ത് ചെയ്യും നിങ്ങൾ? നമുക്ക് ഇതിനകത്ത് പലതരത്തിലുള്ള ചെലവുകളുണ്ട്. ഇപ്പൊ ഓരോരുത്തരുടെയും കാലിൽ കിടങ്ങുന്ന ഷൂസുകളുണ്ട്. അത് സ്പെഷ്യൽ ടൈപ്പ് ഷൂസ് ആണ്. അത് കൂടുതലും ഈ റോക്ക് ക്ലൈംബിങ്ങിന് അതിനെയൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതിന് ഒരു ഏകദേശം $200 ചെലവുള്ള, നല്ല എക്സ്പെൻസീവ് ആണ്. അത് പിന്നെ അത് 1-2 വലിയ കാര്യം ഒന്ന് പൊക്കി കാണിച്ചു കൊടുത്താൽ 1-2 വലിയ കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രൈസ് മണി അതിനകത്ത് കുറച്ച് നമ്മള് ട്രാവൽ എക്സ്പെൻസ് അതൊക്കെ ഉണ്ട്. പ്രൈസ് മണി അപ്പാരൽസ് വാങ്ങാനും പിന്നെ നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് ഉണ്ട്. ഇപ്പൊ ഓരോ സ്ഥലത്ത് പോണേ നമ്മള് വണ്ടി എടുത്ത് തന്നെ പോണമല്ലോ ഗ്രൂപ്പായിട്ട്. പ്രൈസ് പുറത്ത് നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടില്ല? ഓസ്ട്രേലിയയാണോ പോയിട്ടുള്ളത്? ഓസ്ട്രേലിയ എവിടെയാ പോയെ? അന്ന് ഏതൊക്കെ ടീം? ന്യൂസിലാൻഡിൽ നിന്ന് വേറെ ടീമുകളുണ്ടല്ലോ. അപ്പൊ നിങ്ങളാണ് അതെന്നാ പോയെന്നാ? 19. പിന്നെ എന്താ പോഞ്ഞേ? പിന്നെ കോവിഡ് വന്ന് ഇത് ന്യൂസിലാൻഡിൽ തന്നെ 5 വർഷം എടുത്ത് നിന്ന് പോയായിരുന്നു. ആരും വലിക്കണമെന്നില്ല. 4 വർഷം എടുത്ത്. പിന്നെ ലാസ്റ്റ് ഇപ്പൊ ഹോക്സ് ബേയില് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്ത്, അത് കഴിഞ്ഞ് ഇപ്പം നേരത്തെ 4 ടീമേ ഉള്ളായിരുന്നു. ഇപ്പം ന്യൂസിലാൻഡ് മൊത്തം ഒരു 12 ടീം 13 ടീം. നല്ല സ്ട്രോങ് ആണ്. ഇപ്പൊ നല്ല ഫൈറ്റ് വരുന്നുണ്ട്. എല്ലാ ടീമും തന്നെ ഒരുപോലെ നിൽക്കുന്ന ചെറിയ വ്യത്യാസത്തിലാണ്. ഓക്കെ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പം ന്യൂസിലാൻഡിൽ വേറെ വലിയ റഗ്ബിക്കൊക്കെ കളിക്കുമ്പോൾ ലോകത്തുള്ള ന്യൂസിലാൻഡുകാരെല്ലാം കൂടി ഒരുമിച്ച് ഒരു ടീമാവും. അങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഇപ്പൊ പുറത്തു പോയി കളിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ്? ഇല്ല. ഫ്യൂച്ചറിലേക്ക് വരാട്ടോ. ഇല്ലേ, അത് നല്ല പരിപാടി അല്ലേ? നിങ്ങൾ ഹക്ക പരിപാടി പ്രാക്ടീസ് ചെയ്യട്ടോ. രസമല്ലേ? ന്യൂസിലാൻഡിനെ റെപ്രസെന്റ് ചെയ്ത് രസമായിരിക്കും. ഞങ്ങൾ കപ്പെടുത്ത് കഴിയുമ്പോൾ ഹക്ക ഉറപ്പായിട്ട് പൊളിക്ക്. അത് ന്യൂസിലാൻഡ് മാത്രമേ ഉള്ളൂ? അത് കഴിഞ്ഞ് പിന്നെ ഈ മാസം അവസാനം
ഓക്ലൻഡ് വെച്ച് വേറെ വലി വരുന്നുണ്ട്. അതും ന്യൂസിലാൻഡ് മാത്രമേ ഉള്ളൂ. ഓസ്ട്രേലിയൻ ടീമൊക്കെ വരും. ഓസ്ട്രേലിയൻ ടീം വരും. ഓസ്ട്രേലിയൻ ടീം സ്ട്രോങ് ആണോ? എവിടുത്തെ ടീമാണ്? മലയാളികളാണോ? നല്ല ടീമുകളുണ്ട് അവിടെ ഒത്തിരി. അതായത് കിങ്സ് സെവൻസ്, ബ്രിസ്ബൻ സെവൻസ് ആണോ? പിന്നെ കൊമ്പൻസ്, പിന്നെ ടോപ്പ് 2 ടീംസ് ആയിരുന്നു. അവരൊക്കെ എങ്ങനെ യങ്ങായിട്ടുള്ള പിള്ളേരാണോ അതോ അല്ല, മിക്സഡ് മിക്സ്ഡ് ആണ്? എല്ലാം സൈസ് ആണോ അതോ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നതാണ്. സൈസ് വലിയ കാര്യമില്ല. ഇല്ല, പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് ചെയ്യണം. ചെയ്യുന്ന ടീമാണ് വിൻ ചെയ്യുന്നത്. അതായത് റെഗുലർ പ്രാക്ടീസ് വേണം. പിന്നെ ഫിറ്റ് ആയിട്ടിരിക്കുക. ഇത് നമ്മളിത് കൊണ്ടു നടക്കുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഫിറ്റ് ആയിട്ടിരിക്കാനുള്ള ഒരു കാരണമാക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ വലിയൊക്കെ ഉണ്ടെന്ന് മറ്റേ വലിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഫിറ്റ് ആയിട്ടിരിക്കാൻ നോക്കും. എല്ലാവരും ജിമ്മിൽ പോകും. എന്തായാലും വെയിറ്റ് കൂടാൻ പാടില്ല. എല്ലാവരും ആണല്ലേ? കണ്ടമാനം ബിരിയാണി അടിയില് അപ്പൊ ഒരു തവണ 2 എണ്ണം കഴിച്ചു കഴിയുമ്പോഴേക്കും ഇങ്ങനെ ആലോചിക്കും, ജോസിന് ഓർക്കും അല്ലെങ്കിൽ സിജുവിന് ഓർക്കും. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇത് ചെയ്യോ? കൺട്രോൾ നിങ്ങൾ ആരെങ്കിലും കൺട്രോൾ ചെയ്യോ? മെയിൻ ആയിട്ട് ഇപ്പൊ 110 കിലോ ഉണ്ടായിരുന്നാണ് ജോസ്. ജോസ് ഇപ്പൊ 85 കിലോ ആയി. ആണോ? നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നത് 97 ആയിരുന്നു. 85, 84. റോഷൻ 105 ആയിരുന്നു. ഇപ്പൊ ഞാൻ 95 ആയിരുന്നു, 82 ആക്കി. ഒരു ടീം 605 കിലോ അല്ലെ 600 കിലോയിൽ താഴെ ആയിരിക്കണം എന്നുണ്ട്. അല്ലെ 600 കിലോ അങ്ങനെയുണ്ട്. ഒരാൾ തെറ്റിച്ചാൽ ബാക്കി എല്ലാരെയും ബാധിക്കും. ടോട്ടൽ നിങ്ങളുടെ വെയിറ്റ് 600 കിലോ ആണ് വിത്ത് ഗിയർ. 605 കിലോ അതിൽ താഴെ നിൽക്കണം. 600 കിലോ ആയിരിക്കണം. പിന്നെ ഒരു എക്സ്ട്രാ 5. അല്ല, അപ്പം ഇത് അപ്പൊ ഒരു കോമ്പറ്റീഷൻ എങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യോ? ആണോ? അത്ര സ്ട്രോങ് ആയിട്ടുള്ള പരിപാടി അത്. വീക്കിലി എല്ലാവരും വെയിറ്റ് എല്ലാവരെയും അപ്ലോഡ് ചെയ്യണം. ആണോ? എല്ലാവരും വെയിറ്റ് അപ്ലോഡ് ചെയ്യണം. മോർണിംഗ് വെയിറ്റ് അത് കാലത്തെല്ലാം എംപ്റ്റി ചെയ്തതിന് ശേഷം മോർണിംഗ് വെയിറ്റ് എല്ലാവരും നമ്മൾ ഫുൾ ചെക്ക് ചെയ്യണം വീക്കിലി. അത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് എന്തായാലും ഫോളോ അപ്പ് ചെയ്യണം. ആ വെയിറ്റ് ഒരു ടാർഗറ്റ് ഉണ്ട്. ആ വെയിറ്റ് ടാർഗറ്റ് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ. നിങ്ങളെ മെയിൻ ഇതിനു വേണ്ടി എന്തെങ്കിലും അങ്ങനെ വല്ല പരിപാടി ഉണ്ടോ? വെയിറ്റ് എടുക്കുന്ന പ്രോട്ടീനോ അങ്ങനെയുള്ള സംഭവങ്ങളോ എല്ലാം അടിക്കോ? അങ്ങനെ ജിമ്മ് ഹൈക്കിങ് കൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഹൈക്കിങ് ചെയ്യുന്നുണ്ട്. ഫിസിക്കലി കുറച്ചുകൂടെ ഫിറ്റ് ആയിട്ടിരിക്കാനും സ്റ്റാമിന കൂട്ടാനും ഹോം വർക്കൗട്ട്. ഇപ്പം നിങ്ങളുടെ ടീമിൽ ടോട്ടൽ എത്ര പേരുണ്ട്? ഇപ്പോൾ 9 പേരാണ് ശരിക്കും വലിക്കാനുള്ളത്. പുതിയ ആൾക്കാർ ഓക്കെ. ഇതാണോ ഇത് രണ്ടുമാണോ പുതിയ ആൾക്കാർ? ഓക്കെ. നിങ്ങൾക്ക് എന്താ ഈ ഇതിലേക്ക് വരാൻ തോന്നിയെന്താ? ഇല്ല, മെയിനായിട്ട് വടംവലി നമുക്ക് അതിൽ ചേരണം എന്നുള്ളൊരു നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ആമിൽട്ടൺ ഇത്തിരി സ്ട്രോങ് ഉള്ള ഒരു ടീം ഉള്ളപ്പോ അപ്പൊ അവരുടെ കൂടെ വന്ന് ആ പേരിൽ അതാണ് ഉദ്ദേശം. അത് ഒരാള് നമ്മളൊരു ഇത് പങ്ക് എന്തായാലും ഇമ്പോർട്ടന്റ് ആണല്ലോ. അല്ല, ഇതിനു മുമ്പ് വലിച്ചിട്ടുണ്ടോ? വലിച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ പ്രൊഫഷണലായിട്ട് വലിച്ചിട്ടില്ല. സ്കൂളിൽ പിന്നെ കോളേജിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളോ? ഞാൻ മെയിനായിട്ട് ലാസ്റ്റ് ഇവരുടെ ഒരു ആവേശം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിലേക്ക് ഇറങ്ങിയത്. ഇതിനു മുമ്പ് ഫിനിക്സ് ഏട്ടൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പൊ നമ്മളിത് കാണുന്നുണ്ട്, പക്ഷെ എന്നാലും ആ മത്സരം കണ്ട് ആ ആവേശം കണ്ട് ആ പ്രാക്ടീസിനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാവുന്നത്. കൈയൊന്ന് തരുമോ? ആയി വരുന്നുള്ളൂ. അതെ, മറ്റേ ആ സിനിമയിലുണ്ടല്ലോ ലൂസഡി എന്ന് പറഞ്ഞൊരു പരിപാടി. അതെന്താ പരിപാടി? അത് നമ്മളിവിടെ അടിച്ച് കണ്ടിട്ടില്ല. ഓക്കെ. അപ്പൊ ന്യൂസിലാൻഡിലെ ഈ കറണ്ട് സ്ട്രോങ് ടീമാണ് നിങ്ങൾ ആണല്ലേ? സ്ട്രോങ് ടീമാണ്. പക്ഷെ ചിലപ്പോ അതിന് മുമ്പ് ചിലപ്പോ ഈ വീഡിയോ പോകും കേട്ടോ. അല്ല, പാമസ്റ്റോർത്തല്ലേ? പാമി ഇച്ചിരി ഓക്ലാൻഡിൽ ഞാൻ വരുന്നുണ്ട്. ഓക്ലാൻഡിൽ നമുക്ക് പൊളിക്കാം. ഓണത്തിനാണോ അത്? ആരാ നടത്തണത്? ഓക്ലാൻഡ് മലയാളി സമാജം. അതാണോ ഇന്നലെ എങ്ങാണ്ട് കണ്ടേ ഒരു എന്താണ് ആണല്ലേ? അലിഗേഷൻ ഒരു മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പറ. ഇപ്പൊ നമ്മള് എന്താ അലിഗേഷൻ ഒന്നും കൂടെ പറയാം. എന്താ വെച്ചാല് ഞാൻ ഇവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വടംവലിയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു ടീം പറഞ്ഞു ഇവർ അവസാനം എന്തെങ്കിലും വിട്ടുപോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇളക്കുന്നു. അല്ല, നിങ്ങൾ എന്താ ഇതിന് പറയണേ? ആട്ടൂന്ന്. അതെ. അപ്പൊ ആ അലിഗേഷൻ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ വലിക്കുമ്പോൾ ഒരു 7-8 പേരെ നമ്മൾ നിന്ന് വലിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എതിരെ വലിക്കാനായിട്ട് നമുക്ക് വേറെ ടീമില്ല. അപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ മരത്തിലൊക്കെ കെട്ടി വലിക്കുമ്പോൾ ഈ എതിരെ നിന്ന് വലിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കുറവാണ്.
അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മളുള്ള ടീം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്ത് എതിരെ നിന്ന് വലിച്ച് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഒരു ആട്ടം ഉണ്ടെങ്കിൽ അത് ഉണ്ടാവാതിരിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അതിനുള്ള ആൻസർ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് വലിയ പിടിയില്ല കേട്ടോ സമയത്ത്. ഇതുവരെ അങ്ങനെ ഇല്ല ചെയ്യുന്നില്ല. പവർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ജയിക്കാനുള്ള ഒരു നോക്കും. അതെ അതെ. ഇതിന് മുന്നേ വേറെ ടീമുകൾ വന്നിട്ട് ഇതുപോലെ വിട്ടിട്ടുണ്ട്. അന്നേരം നമ്മൾ അലിഗേഷൻ ആയിട്ട് വന്നിട്ടില്ല. അല്ല ഇവിടെ വന്ന് തോറ്റു കഴിയുമ്പോൾ ഓരോ ടീമിനും ഉണ്ടാകുന്ന ഇതാണ് അലിഗേഷൻസ്. അല്ല തോറ്റു കഴിയുമ്പോൾ ഇയാൾ പറഞ്ഞ പോലെ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടണ്ടേ, അതിന് വേണ്ടിയിട്ടായിരിക്കും. ടീമായിട്ട് അങ്ങനെയാണല്ലോ ഇമ്പ്രൂവ് ആവണം. ഓരോ മത്സരത്തിന് പോയി ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടി, അപ്പൊ അവിടെ അത് ഇമ്പ്രൂവ് ആവാൻ നമ്മൾ ഇനി അടുത്ത വലിക്ക് പോകുമ്പോൾ ശ്രമിക്കും. ഇതുപോലെ ഓപ്പോസിറ്റ് ടീമിന്റെ അടുത്ത് വലി വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോയി കഴിയുമ്പോൾ പെട്ടും. അപ്പം നമ്മൾ തിരിച്ചു വലിച്ചെടുക്കാൻ നോക്കുമ്പോൾ അങ്ങനെ വെട്ടുമ്പോൾ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നുള്ളൂ. വീണ്ടും അത് ആട്ടിക്കൊണ്ടുപോയി അവരെ വാട്ടിയെടുക്കുക എന്നുള്ളതല്ല. വീണ്ടും നമ്മൾ പഴയ രീതിക്ക് സ്റ്റേബിൾ ആയിട്ട് നിന്നിട്ട് വീണ്ടും വലിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ എയിം ചെയ്യുന്നത്. അത് ചില സമയത്ത് സക്സസ്ഫുൾ ആവും, ഇല്ലെങ്കിൽ അത് ഫെയിൽ ആയി പോകും. പ്രാക്ടീസ് വലിയൊരു കാര്യമുള്ള എല്ലാവരും ഒരേ ടൈമിംഗ് ഒക്കെ ഇല്ലേ? ഈ തിരിയലും പരിപാടിയും മുട്ടൂത്തലും. ഞാൻ സിനിമ കണ്ടിട്ടാണ്, എനിക്കറിയില്ല കേട്ടോ. നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. കോച്ചിനെ ഡിപ്പെൻഡ് ചെയ്ത ആണോ? കോച്ചാണ്, പുള്ളിയാണ് പുലി. നിങ്ങൾ ഇവിടെ നോക്കിയാ പഠിക്കുന്നത്? യൂട്യൂബാണോ? ഇതുപോലെ ഇപ്പൊ ഓസ്ട്രേലിയയുടെയും കാനഡയിലെയൊക്കെ വലിയ വലിയ ടീമുകളുണ്ട്. അവരുടെ ഓരോ സ്റ്റൈലും കാര്യങ്ങളെല്ലാം നോക്കും, നമ്മൾ ഫോളോ ചെയ്യും. ഈ കോച്ചിന്റെ സ്പെഷ്യലാണ് റീബാൻ ക്ലാസ് ഒക്കെ. പുള്ളി റിച്ചാണ്. ഇപ്പൊ പുള്ളിയാണ് മെയിൻ സ്പോൺസർ. നിങ്ങളെയൊക്കെ മൊയലാക്കിയാണോ? ഓക്കെ. അല്ല വേറെ കാര്യം ചോദിക്കട്ടെ, എന്റെ യൂട്യൂബ് നിങ്ങൾ കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ? കേട്ടില്ല. ലെസ്ലി കാണാറുണ്ടല്ലേ? കൊള്ളാം, നല്ല കാര്യം. നിങ്ങളൊക്കെ ഒത്തിരി കാലം ആയതാണോ എല്ലാരും തന്നെ? ഒരു വിധം ആണോ? 14 വർഷമായി. 7 വർഷമായി. നാട്ടിലെവിടെയാണ് നിങ്ങൾ? പള്ളിക്കത്തോട്. നിങ്ങൾ മെയിൻലി ഏതാ സൈഡ്? പുള്ളിക്ക് വലിയ റബ്ബർ നഴ്സറി. അപ്പം പാലയാണ്. ഓ, പാലയാകുമ്പം പാലയിലെ അച്ചായനാണ്. റബ്ബർ എക്സ്പോർട്ട് ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യുന്ന തള്ളല്ലോ. രാജചാന്റെ മോനോ? അല്ല, അപ്പം മാണിച്ചാറിന്റെ ആളാണോ? എന്റെ ഫാദർ എല്ലാവരുമായിട്ട് കോൺടാക്ട് ഉണ്ട്. കാരണം ബിസിനസ്സുകാരാകുമ്പോൾ ആ ഒരു ഏരിയ ആകുമ്പോൾ ഇതായിട്ടെല്ലാം കോൺടാക്ടിന്റെ ആവശ്യമുള്ളതുകൊണ്ട്. പിന്നെ നിങ്ങളൊക്കെ സ്ഥലം എവിടെയൊക്കെയാ? ഞാൻ ഇടുക്കിയാണ്. അടിപൊളി സ്ഥലം. കോഴിക്കോടാണ്. ഞാൻ കുറച്ച് പേരാമ്പ്ര ഉണ്ടായിരുന്നു പണ്ട്. പാല. ഇതൊക്കെ അച്ചായന്മാരാണ്. എറണാകുളത്തോടെ മെയിൻ സിറ്റി തന്നെ. അങ്കമാലി. നമ്മളൊക്കെ അടുത്തെടുത്താ. തൊടുപുഴ. കോഴിക്കോട് എവിടെ? കുറ്റ്യാടി. ഞാൻ കുളത്തുവയിലുണ്ടായിരുന്നു പണ്ട്. എന്റെ ഫാദർ അവിടെ പാസ്റ്ററായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വൈക്കം. എറണാകുളം എടപ്പള്ളി. എവിടെ പറഞ്ഞില്ല? പാലയാണ്. അപ്പൊ പാല അച്ചായന്മാര് നല്ലോണം ഉണ്ട്. അപ്പൊ സ്പോൺസേഴ്സ് വരണ്ടല്ലോ. ഇവിടെ പാല അച്ചായന്മാര് തന്നെ ഉണ്ട്. പിന്നെന്ത് വേണം? ചാലക്കുടി, തിരുവനന്തപുരം. അപ്പൊ കാസർഗോഡ് മാത്രം വന്നിട്ടില്ല. കാസർഗോഡ്, കണ്ണൂർ എത്തിയിട്ടില്ല. ബാക്കിയെല്ലാം ഉണ്ട്. ആണല്ലേ? അപ്പൊ ഇനി എന്താ നിങ്ങളുടെ പരിപാടി? നിങ്ങളുടെ ഫുൾ ട്രിക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശമില്ല. അധ്വാനം, ടീം കാര്യമായിട്ടുള്ളൊരു ഇപ്പം എന്റെ മുന്നിൽ നിൽക്കുന്ന ആളുമായിട്ട് ഞാൻ സഹകരിക്കണം, എന്റെ പുറകെ നിൽക്കുന്ന ആളുകൾ. അതല്ല നമ്മൾ തമ്മിൽ ഒരു ടീം 7 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്? അങ്ങനത്തെ ഇഷ്യൂസ് അല്ല ഞാൻ ചോദിച്ചത്. അല്ല, നിങ്ങൾ തമ്മിൽ ടീമിന്റെ ഇടയിൽ അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്യൂസോ അങ്ങനെ അത് അങ്ങനെ ഒന്നും അഫക്ട് ചെയ്യൂലോ അല്ലേ? നല്ല കാര്യം. അപ്പൊ ഇതുപോലെ പൊളിക്കുക നിങ്ങളങ്ങോട്ട്. അടുത്ത നിങ്ങളുടെ പരിപാടി എന്താ? വലിക്കാൻ പോകണം അടുത്തത്? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നമ്മള് വടത്തിലാണ് കാണിക്കേണ്ടത്. സാധനം അവിടെ ഇട്ട് നമ്മളിട്ട് പിടിച്ച് പൊക്കുമല്ലോ. നമ്മുടെ ഇഷ്യൂ മൊത്തം അതിനകത്ത് തീർക്കണം. വലിച്ച് നമുക്ക് താഴെ ഇടണം. അത്രേ ഉള്ളൂ. നിങ്ങളുടെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒപ്പോണന്റിനെ തോപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ഒറ്റ സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള ഇഷ്യൂ നമ്മൾ അതിനകത്ത് തീർത്തോളാം. കലിപ്പ് മൊത്തം നിങ്ങളുടെ ദേഷ്യം മുഴുവൻ വട്ടത്തിൽ തീർക്കാം. അടിപൊളി. അതാണ് ലക്ഷ്യം. എതിർ ടീമിനെ പൊളിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതെ, അതിനുവേണ്ടി നിങ്ങൾ എന്ത് കളിയും കളിയും. അല്ല, അത് തന്നെ പറഞ്ഞോളൂ. അല്ല, പ്രൊഫഷണൽ കളി തന്നെയാണ് ഉദ്ദേശിച്ചത്. തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ഇനി വലിക്കല്ലേ? അപ്പൊ വലിക്കാം. വാ. Okay, what's your name? I'm Kevin. Kevin. And what's your name? Jake. Jake and Kevin.
Do you speak Malayalam? I understand it, but I don't. Oh, that's not fair. Well, I മലയാളം അറിയണം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ പരിപാടി? ഓക്കെ, കൂൾ. നമുക്ക് കാണാം ഇനി. Where's the ball? അപ്പൊ ഇതാണോ നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യണ മെയിൻ ഏരിയ? ഇവിടെയാണോ? കൊള്ളാം. പിന്നെ ഇടയ്ക്ക് ആള് കുറവാണ്ടാ മാത്രം നമ്മൾ വെയിറ്റ് ഇട്ട് ലാസ്റ്റ് പോയി കൊള്ളാം. അങ്ങനെ ഇവന്മാരുടെ എന്താണ്, അങ്ങനെ കിങ്സ് ഹാമിൽട്ടന്റെ വടംവലിയുടെ എന്താണ് പ്രാക്ടീസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവന്മാർ പുലി ടീമുകളാണ് കേട്ടോ. ഇപ്പം ന്യൂസിലാൻഡിലെ ടോപ്പ് ടീമുകളാണ് കറൻ്റ്ലി. അത് അടുത്ത ആഴ്ച ചിലപ്പോൾ മാറാം, ഇവർ വിട്ടുകളയാൻ ചാൻസ് ഇല്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ടീമുകൾ തന്നെയാണ്. ഇവരെ ഫുൾ ട്രിക്സ് ഒന്നും ഇവന്മാർ കാണിച്ചു തരില്ല എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ എല്ലാം പുറത്ത് വിടാൻ പറ്റില്ലല്ലോ. ഈ പുള്ളി പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണ്. നിങ്ങളുടെയൊക്കെ പേര് നിങ്ങളുടെ പുറത്തുണ്ടല്ലേ? ഓക്കെ, കൊള്ളാം. ഫിനിക്സ്, ജിനില്, ജിതിൻ, റിച്ചി. ഇതിനല്ല ശരിക്കും അല്ലേ? ആണോ? ഓ, അങ്ങനെ കോച്ച് അവിടുന്ന് പ്രാക്ടീസ് കൊടുത്തോണ്ടിരിക്കുകയാണ്, ക്ലാസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. കൊള്ളാല്ലേ? ഓരോ പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ഇതും പറഞ്ഞു കൊടുക്കുന്നു പുള്ളി. സമ്മതിക്കാം കേട്ടോ. ഇത് കൊള്ളാലോ. ഈ പൊസിഷൻ എനിക്ക് ഇഷ്ടമായിട്ടോ, രസമുണ്ട്. വാവ്. 1 2 3 ചുമ്മാ കയറ്റി നല്ല അഭ്യാസമാണല്ലേ. അഭ്യാസമാണ് കേട്ടോ ഇത്, സമ്മതിക്കണം നിങ്ങളെ. കുഴപ്പമില്ല, ഫസ്റ്റ് പ്രൈസ് കിട്ടുമ്പോൾ സന്തോഷമാവൂലേ? അത് മതി, അത് മാത്രം മതി. പിന്നെ എന്ത് വേണം? ഈ പരിപാടി കേട്ടോ. ഇത് ഹാങ് ചെയ്ത് നിൽക്കണല്ലേ, കയറിലിങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുകയാണ് ഇങ്ങനെ. വാവ്, പോട്ടെ, വടം പൊട്ടുവോ? കൊള്ളാം, അടിപൊളി ഗൈസ്, അടിപൊളി. ഭാവി ടീമാട്ടോ. ഭാവിയിലെ ശക്തന്മാരായ എന്താണ് മല്ലന്മാരായ മല്ലൂസ് ആവാനുള്ള പിള്ളേരാണ്. ഹോക്കി ടീമാണോ? ഓക്കെ, കൊള്ളാം. അപ്പോൾ ഈ മല്ലന്മാരുടെ കൂടെയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വേറെ മല്ലന്മാരും ഇഷ്ടംപോലെ മല്ലന്മാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ പരിചയപ്പെടുത്താനുള്ള വേറെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ് മല്ലു ഗായ്സ്.